പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് ശേഷം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിനോദവും സാഹസികതയും ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ലക്ഷദ്വീപിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ പോസ്റ്റിന് പിന്നാലെയാണ് ലക്ഷദ്വീപിനെ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ട് അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ മാലദ്വീപിൽ നിന്ന് പറയുന്നത്. അത് അവിടുത്തെ മന്ത്രിമാർ തന്നെയാണ് ഇട്ടത് എന്നുള്ളതാണ് അതിനകത്ത് കൗതുകം. എന്തൊക്കെ വന്നാലും നിങ്ങൾ എത്രത്തോളം പുരോഗമനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ മുറിക്കുള്ളിൽ ദുഷിച്ച ഗന്ധം അത് അവിടെ നിന്ന് പോകില്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ ഇടങ്ങളിൽ അങ്ങനെയല്ല, ഇത്രത്തോളം വൃത്തിയുള്ള സ്ഥലം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോസ്റ്റുകൾ. അത് നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പലയിടങ്ങളിലും വന്നത്. ഇതിന് പിന്നാലെയാണ് പലരും തങ്ങളുടെ ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്യുകയാണ്, ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ് എന്നുള്ള പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. ആത്മനിർമ്മാൺ ഭാരത് എന്ന ടാർഗറ്റോടു കൂടിയാണ് പലരും ഇട്ടത്. അതോടൊപ്പം ടാർഗറ്റിംഗ് ലക്ഷദ്വീപ് എന്നുള്ള രീതിയിലും പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും പലരും പറയുന്നത് വരുന്ന ഫെബ്രുവരിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഞാൻ എൻ്റെ ടൂർ ഓപ്പറേറ്ററോട് പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനാണ് താല്പര്യം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മോദിയുടെ സന്ദർശനം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ ആരെയൊക്കെ അത് ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന കാര്യമാണ്. അത് 77 സൈനികരെ ഉടൻ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു മാൽദ്വീപ്സ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിൻവലിക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നതിനിടയിലാണ്. നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിൽ അവർ സഹായിച്ചവരാണ്. എന്നിരുന്നാൽ പോലും ചൈനയുടെ സഹായം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് പിൻവലിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയി മനോഹരമായ ദൃശ്യങ്ങൾ എക്സിലൂടെ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് മാൽദ്വീപ്സ് പറഞ്ഞത് നിങ്ങൾക്ക് അത്ര വൃത്തിയൊന്നുമില്ല, നിങ്ങൾ അത്ര മാന്യന്മാരൊന്നുമല്ല, ഞങ്ങളുടെ അത്ര വൃത്തിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല, ഞങ്ങളുടെ അത്ര ഭംഗി നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വിറക് കയറി കൂടി ചൊറിഞ്ഞത്. എന്തായാലും ഇന്ത്യക്കാർ അത് ചൊറിഞ്ഞ സ്ഥിതിക്കൊന്ന് മാന്തിയേക്കാമെന്ന് തീരുമാനിച്ചു. ആ മാന്തലിൻ്റെ ഭാഗമായിട്ടാണ് മാസങ്ങളും വർഷങ്ങളും ലക്ഷങ്ങളുടെ വരുമാനം മാൽദ്വീപ്സിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റർമാർക്ക് തന്നെ പണി കിട്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് മാൽദ്വീപ്സ് വേണ്ട, ഞങ്ങൾക്ക് ലക്ഷദ്വീപ് മതി എന്നുള്ളത്. ലക്ഷദ്വീപിൻ്റെ മനോഹരിത ആസ്വദിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. മാൽദ്വീപ്സിനേക്കാൾ എത്രത്തോളം ശ്രേഷ്ഠമാണ്, എത്രത്തോളം സൗന്ദര്യം നമ്മുടെ നാടിന് തന്നെയുണ്ട് എന്ന ടാഗ്ലൈനോട് കൂടിയാണ് പലരും ഇത്തരം പോസ്റ്റുകൾ ചെയ്യുന്നത്. അത് മന്ത്രിമാരെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലരും പറയുന്നുണ്ട് ഒരു മന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി മാൽദ്വീപ്സിലേക്ക് ഇല്ല എന്നുള്ളതാണ് പലരുടെയും പോസ്റ്റ്. ഇപ്പോൾ അവസാനം വരുന്ന വിവരങ്ങളനുസരിച്ച് മാൽദ്വീപ്സിലെ മന്ത്രിമാർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ വരുന്ന ആ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇന്ത്യക്കാരായിട്ടുള്ളവരെടുത്ത തീരുമാനങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അവർ പുതിയ ടൂർ പാക്കേജുകൾ ഏറെ കൂടുതൽ പോകുന്നതും ലക്ഷദ്വീപ് ഉദ്ദേശിച്ച് തന്നെയാണ്. മാൽദ്വീപ്സിനോട് തൽക്കാലം നമുക്കൊരു സലാം പറഞ്ഞ് നിൽക്കാം എന്നുള്ളതാണ് ഇന്ത്യക്കാരുടെ തീരുമാനം.